ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്നുള്ളത് ആദ്യം എതിർക്കും പിന്നെ സ്വാഗതം ചെയ്യുന്ന നിലപാടിലേക്ക് വിജയവഴിയിൽ വിഴിഞ്ഞം എന്നതിലേക്ക് അദാനിയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഫാസിസ്റ്റായ നരേന്ദ്രമോദിയുടെ ഒക്കെ ചങ്ങാതിയായ മുതലാളിയായ അദാനി. പക്ഷേ ഈ അദാനി കൊള്ളാം, അത് അംഗീകരിക്കപ്പെടുന്നതിൽ ഒരു സന്തോഷമുണ്ട്. വികസന നായകനാണ് അദാനി കൊണ്ടുവരുന്ന തുറമുഖം എന്നൊക്കെ അംഗീകരിക്കപ്പെടുന്നതിൽ, അദാനി അംഗീകരിക്കുന്നതിലൊക്കെ ഒരു ചെറിയ സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ രണ്ട് ടൈപ്പ് അദാനി കേരളത്തിലെ CPIM-നെയും LDF സർക്കാരിനെയും ഒക്കെ സംബന്ധിച്ചോളമുണ്ട്. ഒന്നെന്ന് പറയുന്നത് വിഴിഞ്ഞം തുറമുഖം ഉണ്ടാക്കി നവകേരളത്തിൻ്റെ ഭാഗമായ നല്ല അദാനി. രണ്ടാമത്തേത് നരേന്ദ്രമോദിയുടെ ചങ്ങാതിയായ ഫാസിസ്റ്റ് മുന്നണിക്കൊപ്പം നിൽക്കുന്ന അദാനി. അങ്ങനെ രണ്ട് ടൈപ്പ് അദാനിയുണ്ട് എന്നതുകൂടി കേരളം ഇപ്പോൾ തിരിച്ചറിയുകയാണ്. തീരമണഞ്ഞത് കേരളത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ സ്വപ്നമാണ്. ആ പദ്ധതിക്ക് തുരങ്കം വെച്ചവരും ആ പദ്ധതിയെ ആദ്യഘട്ടത്തിൽ എതിർത്തവരും ആരൊക്കെയാണ് എന്നുള്ളത് ഉമ്മൻചാണ്ടിയെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം പദ്ധതിയുടെ പിതൃത്വം സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അത് ശരിയല്ല ചെയ്യുന്നത്. ഇപ്പോൾ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ മത്സരിക്കുന്ന വ്യക്തികളുടെയൊക്കെ പ്രസംഗങ്ങളും പ്രസ്താവനകളും എല്ലാം കേരളീയ പൊതുസമൂഹത്തിന്റെ മുന്നിലുണ്ട്. ഇനി രാജ്യത്തിന്റെ ഒരു വികസന കുതിപ്പിൽ എങ്ങനെയാണ് വിഴിഞ്ഞം എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലുള്ള വിഴിഞ്ഞം നമ്മൾ നോക്കേണ്ടത് എക്കണോമിയെക്കുറിച്ചാണ്. ഇന്ത്യൻ സമ്പദ്ഘടന ഇപ്പോൾ ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ്ഘടനയായി നിൽക്കുകയാണ്. ഏത് പദ്ധതി വരുമ്പോഴും അതിന് തുരങ്കം വെക്കാനും അതിന് നോക്കുകൂലി വാങ്ങാനും ഒന്നുമല്ല നമ്മൾ നോക്കേണ്ടത്. ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ സ്റ്റേറ്റിന്, നമ്മുടെ കൺട്രിക്ക് പ്രയോജനമാവുക എന്നത് നോക്കി വേണം നമ്മൾ അതിനൊപ്പം നിൽക്കാൻ. നമ്മൾ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണെങ്കിലും സമുദ്ര വ്യാപാര രംഗത്ത് നമുക്ക് അതിന് ആനുപാതികമായിട്ടുള്ള ഒരു പങ്കാളിത്തം ഇന്ത്യയെ സംബന്ധിച്ചോളം നമുക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പൊളിറ്റിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഫേസ്ബുക്കിലും എല്ലായിടത്തും ഓൾ പ്ലാറ്റ്ഫോംസ് എല്ലായിടത്തും അടി നടക്കുകയാണ്. ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള അടിയാണ്. ഇതെല്ലാം സാധ്യതകളാണ്. നമ്മൾ ഈ സാധ്യതയിൽ ഫോക്കസ് ചെയ്യണം, വികസനത്തിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ടേക്ക്. പക്ഷേ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള മത്സരമാണ്. ഒരാൾ പിതാവും ഒരാൾ മാതാവും ആയാൽ അത് തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ ഈ മത്സരിക്കേണ്ട, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രോജക്റ്റാണ്, നമ്മുടെ വികസനത്തിനുള്ള പ്രോജക്റ്റാണ്, അങ്ങനെ ഒന്നിച്ച് നിൽക്കാൻ തയ്യാറല്ല. എനിക്ക് വേണം ക്രെഡിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരു മുന്നണികളും മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കം ഫേസ്ബുക്കിന്റെ പ്രൊഫൈൽ ഗാർഡാക്കി മാറ്റിയിരിക്കുന്നത് വിജയവഴിയിൽ വിഴിഞ്ഞം എന്നുള്ളതാണ്. അതായത് വിജയന്റെ വഴിയിൽ വിഴിഞ്ഞം എന്നുള്ളതാണ്. മറ്റേ ഭാഗത്ത് എന്താണ്? ഉമ്മൻചാണ്ടിയാണ് പിതാവ് എന്ന് പറഞ്ഞുകൊണ്ട്. ഉമ്മൻചാണ്ടിയുടെ പങ്ക് എന്ന് പറയുന്നത് നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്നതല്ല. അദ്ദേഹത്തിന് ഡ്യൂ ക്രെഡിറ്റ് കൊടുക്കുകയും വേണം. അവിടെ ഒരു കാര്യം മാത്രം ചേർത്താൽ മതി. ഉമ്മൻചാണ്ടിയുടെ കൂടി ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് ഈ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന മൊമെന്റ് എന്ന് പറയുന്ന ഒരു വാചകം കൂടി കൂട്ടിച്ചേർത്താൽ മതി. അതൊരു പ്രതിപക്ഷ മര്യാദയാണ്. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തത് സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യമാണ് എന്ന് രമേശ് ചെന്നിത്തല പറയുന്നതിൽ ഒരു കഴമ്പുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ട്രയൽ റൺ ആയാലും ഉദ്ഘാടനമായാലും ഏതായാലും എല്ലാവരെയും ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു സാമാന്യ മര്യാദയാണ്. അത് ഉണ്ടാകാത്തതിന് ഇന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞ ന്യായീകരണം ശരിയായി എനിക്ക് തോന്നിയില്ല. ശശി തരൂർ MP-യെ ക്ഷണിച്ചു, പക്ഷേ അദ്ദേഹം പങ്കെടുക്കാത്തതിന്റെ കാരണം അദ്ദേഹം പറയുന്നത് പുനരധിവാസ പാക്കേജ് നടപ്പാക്കിയില്ല, അതുകൊണ്ടാണ്. പക്ഷേ അദ്ദേഹം MP ആയിരുന്ന കാലയളവിൽ ഈ പ്രോജക്റ്റിന് വേണ്ടി അദ്ദേഹം എന്താണ് ചെയ്തത്? ഈ പ്രോജക്റ്റിൽ അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ കഴിഞ്ഞ മത്സരിച്ച വേളകളിലെയൊക്കെ പ്രകടന പത്രിക ഞാൻ എടുത്തു നോക്കി. അതിലൊന്നും വിഴിഞ്ഞത്തെക്കുറിച്ച് അല്ലെങ്കിൽ വിഴിഞ്ഞം ഇങ്ങനെ ആക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡയലോഗ്സ് ഒന്നും എനിക്ക് കാണാൻ കഴിഞ്ഞു.